കൊടുത്തെങ്കിൽ എന്താവോ? ഓണും നശിച്ച ലോകം നശിച്ചു പോയിട്ട്. ഇതുപോലെ ഒരു ഉദാഹരണം ചെല്ല. ഇണ്ട് ചമ്മ പെണ്ണിങ്ങ മാപ്പിളെ മരിച്ചെങ്കിൽ ഇദ്ദീക്കിടെ എത്ര വന്നുണ്ടാ? 40 നാൾ തെച്ച മയ്യാവല്ലേ ഉസ്താദ്? 40 നാൾ യുദ്ധം. ഖുർആൻ ചൊല്ല 4 തിങ്കളും 10 നാൾ വഫാത്ത് യുദ്ധമായിട്ട് അല്ലേ? ജാഹിൽ ചൊല്ല മയ്യാവുടി ആലിമീനെ അങ്ങനെ ചോദിക്കട്ടെ. നീനൊരു 40 നാൾ തെച്ച മയ്യാവും. അതുകൊണ്ടേ 10 എങ്ങനെയാവൂ? പിന്നെ കൊറോണ പറയാൻ ഇപ്പോളാ ഒരു പെണ്ണ് യുദ്ധതിക്കേണ്ടത് എങ്ങനെ? ഒരു പെണ്ണ് ഹൈദകാലയത്തറ, ഒരു പെണ്ണ് പെത്തങ്ങ് കുലിക്കൊണേപ്പാ. ഇതെല്ലാം ഇസ്ലാം പഠിപ്പാട്ടിട്ട് അത് ചൊല്ലങ്ങ ചൊല്ലണോ, ആലിമീങ്ങ ചൊല്ലണോ? ഏതെങ്കിലും വിവരം കേട്ടവൻ ചെന്നെങ്കാവല്ല, ഏതെങ്കിലും ഒരു ജാഹിലി ചെന്നെങ്കാവല, ഈ ലോകം നശിച്ചു പോവും. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് ആലിമീങ്ങൾ ഇൽമു ചൊല്ലണോ. വബിഅദിൽ ഉമറാ, നേതാക്കന്മാർ, നാട്ടിലെ പ്രസിഡന്റ്, സെക്രട്ടറി അടക്കമുള്ള കമ്മിറ്റിക്കാർ എന്ത് വേണോ ഓക്കെ. ഉസ്താദ് ഇൽമു ജൽമു കേട്ട് കേൾക്കുക തീരാ. ഉസ്താദ് നല്ലൊരു മസാല ഉസ്താദ് അത് കൂടെ വേണ്ട, അത് കൂടെ ചെല്ലണ്ട ഉസ്താദ്. നടക്കുവല്ല ഉസ്താദ് ചൊല്ല ഇൽമു. ഒരു പ്രസിഡന്റ് ആയവൻ എന്താക്കണോ ഓക്കെ ഉണ്ടാക്കണോ, അക്കേട്ട് കേൾക്കൂതീറാ. ഒരു അമീർ അതൊക്കെ ഓക്കെ ഉണ്ടാക്കണോ. അതിൽ അമീറന്മാരെ നീതിയില്ലേ, ആലിമീങ്ങനെ ഇൽമില്ലേ, ഈ ലോകം നശിച്ചു പോവും. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഇന്ത്യ എത്ര പള്ളി ബന്ധായി പോയി, എത്ര മദ്രസ ബന്ധായി പോയി. അല്ലാഹ് ഇന്ന് ഇമാം ജമാഅത്ത് നടക്കില്ല. ഉണ്ടെങ്കിലും സുബ്ഹാനല്ലാഹ് പള്ളിയിൽ കൊറോണ. കൂടറവിടെ ഇല്ല, മങ്ങിലത്തവിടെ ഇല്ല, സംഘത്തവിടെ ഇല്ല. സുബ്ഹാനല്ലാഹ് കൊറോണയുടെ പള്ളിയിൽ ഡിസ്റ്റൻഷൻ ദൂരെ നിൽക്കുള്ള ബാബാ. മങ്ങിലത്തവിടെ ഉണ്ടാകണോ? ബാണ്ട്ര എവിടെ ഉണ്ടാ? തിന്നിറവിടെ ഇല്ല, മങ്ങിലത്തവിടെ ഇല്ല, കൂട്ടത്തിലില്ല. പള്ളിക പത്തലോടുകൂടെ കൊറോണ ഡിസ്റ്റൻഷൻ. മുസല്ല വേറെ വേറെ, ഔത്ര മുസല്ല. അല്ലാഹ് എവിടെ എത്തിപ്പോയിട്ട് മുസ്ലിം. അല്ലാഹു ഞങ്ങളെ കാക്കട്ടെ. കൊറോണ പള്ളിയിൽ ഒരിക്കല് മദ്രസത്തിലേക്കല് എന്തേ പടച്ച റബ്ബ് കാക്കടത്തിയ വൈറസ് അല്ലാഹുവിന്റെ പള്ളിയിലേക്കലെ മോമിനീങ്ങളെ. ഞങ്ങൾക്ക വിശ്വാസം ഇല്ല, ഈമാൻ കുറഞ്ഞു പോയിട്ട്. അല്ലാഹ് പള്ളിയുടെ ദൂറാക്കിയതാണ്, മദ്രസത്തെ ദൂറാക്കിയ. ഇന്റെ ക്ലാസ് എവിടെ? മദ്രസ ക്ലാസ്സും എല്ലാ ക്ലാസ്സും ഓൺലൈന്, ആലൈന്, ഈലൈന്. യൂട്യൂബ് നോക്കുമ്പോ എല്ലാ ട്യൂബും സുബ്ഹാനല്ലാ പൊട്ടി പോയിട്ട്. റബ്ബേ നേരത്തെ ഉസ്താദ് ചെന്നതുപോലെ പല ഡേയും തുടങ്ങി പോയാറ്. അടേ ഇടേ സുബ്ഹാനല്ലാഹ്. ഇന്റെ ഡേ അവസാനത്തെ എന്തെല്ലാം ഡേ തുടങ്ങി പോയി. പടച്ച റബ്ബേ മങ്ങിലത്തവിടെ കളി. ഒരു സുന്നത്തായ ഒരു മങ്ങിലത്തവിടെ അനാചാര. നിങ്ങൾ കേട്ടില്ലേ, കണ്ടില്ലേ, വിഷയമുള്ള കേട്ടില്ലേ? നന്റെ വാതു നീ കേട്ടിട്ട് മങ്ങിലത്തവിടെ ഉണ്ട് നടക്കിടുന്ന റബ്ബേ. കേക്ക് മുരിക്കട അവസ്ഥ കണ്ടെത്താ നിങ്ങ. കേക്ക് മുരിക്കട അവസ്ഥ കണ്ടില്ലേ? എന്ത് കേക്ക്? കക്കൂസിനെ ഉറുപ്പാക്കിട്ട് റബ്ബേ. നല്ല തീട്ടം പോലത്തെ ഒരു ഹൽവാക്കിട്ടത് നടുവിൽ വെച്ചിട്ട് മാപ്പിളക്ക് തിന്നുവാട്ട ഒരവസ്ഥ റബ്ബേ. കക്കൂസിന രൂപത്തിൽ ഒരു കേക്കാക്കിട്ട് ആ കക്കൂസിന ഉൾഗത്തില് തീട്ട വേട്ട പോലെ ഒരു ഹൽവത്തെ ഇട്ടിട്ട് ഒരു സ്വീറ്റ്സ് ഇട്ടിട്ട് സുബ്ഹാനല്ലാഹ് മാപ്പിളക്ക് തിന്നോകൂടെ പിന്നെ തിന്നുവാട്ട കണ്ടിക്കുവാളവോളും. സ്റ്റാർട്ടിങ്ങിലെ മാപ്പിളക്ക് തിന്നുവാട്ട തീട്ട, പിന്നെ ഓലെ തീട്ട ഓള് തിന്നുവാട്ടുവാള്. ഈ ദാമ്പത്യ ജീവിതം മുന്നോട്ട് പോവാ. ഇതിൽ മക്ക ഹൈറായി പോവാ. പടച്ച റബ്ബ് കാക്കുമാരാകട്ടെ. ഇത്തവണ നടക്കുന്ന അനാചാരങ്ങൾ എന്തിരേ? പിന്നെ റബ്ബ് കറോണ കടത്തുവാണ്ടിരിക്കുവാണ്. ഞങ്ങ പഠിച്ചില്ലെങ്കിൽ സുബ്ഹാനല്ലാഹ്, ഈ കറോണ കൊണ്ട് ഞങ്ങ പഠിച്ചില്ലെങ്കിൽ പിന്നെ ഇപ്പൊ പഠിക്കണ മോമിനിങ്ങളെ. മങ്ങിലോ ചൊല്ലത് എന്തിരേ?
റബ്ബ് സുബ്ഹാനഹു വ തആല അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുന്നു, മോനെ നീനൊരു പെണ്ണ് കെട്ടിപ്പോയേ, നിന്റെ ദീന് പൂർണ്ണമായിട്ട് മോനെ. അത്രയും പ്രശംസ ഉള്ള ഒരു മങ്ങില, അത്രയും അല്ലാഹുവിന്റെ റസൂൽ ആഗ്രഹിക്കണങ്ങനത്തെ അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലുന്നു, മൻ റഗിബ അൻ സുന്നതി ഫലൈസ മിന്നി. മങ്ങില വേണ്ടാണ്ട് ഒരാൾ ചൊല്ലുപോയെങ്കിൽ അവൻ എൻ്റെ സമുദായമേ അല്ല. മുഹമ്മദുർ റസൂലുള്ളാഹ്.